അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എന്തായാലും അദ്ദേഹം കാശ്മീരിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ജോലി ചെയ്തിട്ടുള്ളത്. അയാൾക്ക് ഈ സാധനങ്ങളുടെ വിലയൊന്നും അറിയില്ലായിരിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് വല്ല ചില്ലറയൊക്കെ കിട്ടും എന്നൊക്കെ വിചാരിച്ചു വളരെ സന്തോഷത്തോടു കൂടി ഇദ്ദേഹം പറഞ്ഞ സാധനങ്ങൾ, ചന്ദ്രിയ സോപ്പ്, സിസറ്, അതുപോലെ തന്നെ കോൾഗേറ്റ് പേസ്റ്റ്, ബ്ലേഡ്, ഇതൊക്കെ ഞാൻ MC പോളേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി. ഞാൻ കാശ് കൊടുത്ത് ബാക്കി എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. കറക്റ്റ് കണക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ കടയുടെ ഉടമസ്ഥൻ പോളേട്ടനേക്കാളും വലിയ കണക്കിലും മിടുക്കനാണ് എൻ്റെ വർഗീസേട്ടൻ. കാരണം ഇതിൻ്റെ എല്ലാ വിലയും അറിയും. ഞാൻ വിചാരിച്ചു പോളേട്ടനെ മാറ്റിയിട്ട് വർഗീസേട്ടനെ കുറച്ച് നാൾ ഈ കടയിലൂടെ കൊണ്ടിരിക്കാറുണ്ട്. ഇനി എൻ്റെ വീട്ടിലെ സ്ഥിതിയാണെങ്കിൽ അപ്പൻ പണ്ടൊക്കെ വളരെ സിൻസിയറായിരുന്നു. പണമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലമാരിക്കകത്ത് വയ്ക്കുക. കാരണം ആരും സംശയമില്ല, സംശയിക്കേണ്ട കാര്യമില്ല, എല്ലാവരും മര്യാദക്കാരാണ്. ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൻ അത് മേശയ്ക്കകത്ത് വെച്ച് കൂട്ടി തുടങ്ങും. ഇങ്ങനെയാണ് ഈ കുട്ടികൾ കള്ളന്മാരാണ്. അമ്മയുടെ പെട്ടിയാണെങ്കിൽ തുറന്നങ്ങനെ ഇട്ടിരിക്കുക, പണപ്പെട്ടി. കാരണം എന്താ വെച്ചാൽ അതിനകത്ത് കാലാണ് കണ്ട കാലം അമ്മയും മറന്നു ഞാനും മറന്നു എന്ന് പറഞ്ഞാൽ 10 പൈസ കിട്ടാൻ യാതൊരു വഴിയില്ല എന്നർത്ഥം. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ പലപ്പോഴും എനിക്ക് വരുമ്പോൾ മിഠായി വാങ്ങിച്ചു തരുന്ന പിള്ളേരുണ്ട്, എൻ്റെ പല സുഹൃത്തുക്കളും. അപ്പം ഞാൻ വിചാരിക്കും ഇവർക്കൊക്കെ വല്ലപ്പോഴും ഞാനും വാങ്ങി തിരിച്ചു കൊടുക്കണ്ടേ, അപ്പോഴല്ലേ നമുക്കും ഒരു അന്തസ്സ്. പക്ഷെ എൻ്റെ കയ്യിൽ നിവൃത്തിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഒരു വഴി അടയുമ്പോൾ ഒരു വഴി തുറക്കും. വർഗീസേട്ടാ, സാധനങ്ങൾ വാങ്ങി വന്നു. നീ അത് അവിടെ മേശപ്പുറത്ത് വെക്ക എന്റെ ചെറുക്ക, അവൻ കുളിക്കുക. വാങ്ങിച്ചിട്ടൊന്നും ഉപയോഗിക്കുക പോലും ചെയ്യും മുമ്പേ നശിപ്പിച്ചല്ലോടാ ദ്രോഹി മുഴുവൻ. നീ എത്ര രൂപയുടെ മുതല? ഞാൻ ചെയ്തത് അതിക്രമമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അയാൾ ചെയ്തതോ? ഞാൻ കുറച്ചു കഴിഞ്ഞ് അയാളുടെ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ ആ കണ്ണാടിയിൽ തേച്ച് പിടിപ്പിച്ച ആ പേസ്റ്റ് മുഴുവനും അതുമ്പോൾ കാണാനില്ല. തൊട്ട് താഴെ നോക്കിയപ്പോൾ ആ മേശപ്പുറത്ത് ഒരു കോൾഗേറ്റ് പേസ്റ്റിൻ്റെ അതേ ട്യൂബിൽ തന്നെ ഈ പേസ്റ്റ് മുഴുവൻ അദ്ദേഹം നിറച്ചു വെച്ചിരിക്കുകയാണ്. MC പോളേട്ടൻ്റെ കടയിൽ നിന്ന് നമ്മൾ എങ്ങനെ വാങ്ങിയോ അതിനേക്കാളും ഭംഗിയായിട്ട് വർഗീസേട്ടൻ ഇത് നിറച്ചു വെച്ചിരിക്കുകയാണ്. ആ കമ്പനിക്കാരൻ, കോൾഗേറ്റിൻ്റെ കമ്പനിക്കാരൻ അറിഞ്ഞാൽ ഇയാൾ അങ്ങനെ തന്നെ പൊക്കി കൊണ്ടുപോയി അവിടെ മിലിറ്ററി കിട്ടുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ ശമ്പളം കൊടുത്ത് അവിടെ നിർത്തിയ. എങ്ങനെയാണ് അദ്ദേഹം ആ പേസ്റ്റ് അതിൻ്റെ അകത്ത് നിറച്ചതെന്നുള്ള ടെക്നോളജി
500, കടല 250, മുളക് 1/2 കിലോ, മല്ലി 1/2 കിലോ, ചായ 300, പരിപ്പ് 100, മൈദ 1 കിലോ. ശരിയല്ലേ? 50. ഇവിടെ നിന്നേ. ബാക്കി 8 അണ കിട്ടാണ്ടല്ലോ, അതെവിടെ? 8 അണയോ? അപ്പൊ അതില് ബാക്കി ഉണ്ടായിരുന്നോ? ഇല്ലാണ്ട് പിന്നെ സാധാരണ ചേട്ടൻ കൃത്യം കാശാണല്ലോ തരാറ്. ഞാൻ അതുകൊണ്ട് ചോദിച്ചില്ല. അവൻ തന്നില്ലേ? ഇല്ല. ആഹാ, എങ്കിലും അതൊന്നും അറിയണമല്ലോ. 8 അണ വെറുതെ ഉണ്ടാവും. നീ വാ, ചെന്ന് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. എന്തൊരു കഷ്ടാണെന്ന് നോക്ക്. തോക്ക് പിടിച്ച് തഴമ്പിച്ച ആ വർഗീസേട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി പോളേട്ടൻ്റെ ആ കടയിലേക്ക്. അവിടെ ചെന്നാലത്തുള്ളൊരു കഥ. ഇതെന്താ പൊള്ളട്ട ബാക്കി കാശ് കൊടുക്കായിരുന്നത്? കൊടുത്തല്ലോ 2,000 രൂപ. അവൻ എടുക്കുകയും ചെയ്തു. എന്നിട്ടാണോടാ ഇല്ലെന്ന് കള്ളം പറഞ്ഞത്? അങ്ങനെ ഒരു നിമിഷത്തെ നേരിടുന്നതിലും ഭേദം ഈ റോട്ടിൽ കൂടി എന്നെ വലിച്ചഴച്ച് കൊണ്ടുപോകുമ്പോൾ ഞാൻ മനമുരുകി അൽഫോൻസമ്മ പുണ്യാളത്തോട് പ്രാർത്ഥിച്ചു, ഇതിൽ കൂടെ പോകുന്ന ഏതെങ്കിലും ഒരു ബസ്സോ ഒരു കാറോ എന്തെങ്കിലും ഒന്ന് തട്ടി ഞാനൊന്ന് ചത്തുപോട്ടെ എന്ന്. ഞാൻ ചത്തില്ല. എന്താടാ പൊള്ളേട്ടാ, ബാക്കി 8 അണ കൊടുത്തേച്ചില്ലല്ലോ? ഹൈ, ഞാൻ കൊടുത്തല്ലോ. മേശപ്പുറത്ത് വച്ചിരുന്നല്ലോ. കുട്ടി എടുത്തില്ലേ? നീ ആ കാശ് എടുത്തില്ലേ? ഇല്ല, എടുത്തില്ല. ബാക്കി ഇല്ലെന്നാ ഞാൻ കരുതിയേ. കൊടുത്തെങ്കിൽ അവന്റെ കൈ കാണണ്ടേ? പോക്കറ്റ് ഞാൻ പരിശോധിച്ചു, ഇല്ല. ഹൈ, അതെങ്ങനെ പറ്റിയാവോ? ഡാ, നീ എടുത്തില്ല അല്ലേ? ഇത്രയും പ്രായമായില്ലടാ. കാശും കണക്കും ഒക്കെ നോക്കി സാധനം വാങ്ങിക്കാൻ നീ എന്നാ പഠിക്കാ?